വടക്കേ ഇന്ത്യൻ യാത്ര കഴിഞ്ഞു വരുന്ന സഞ്ചാരികൾ അവരുടെ കാറിലും ബൈക്കിലും എല്ലാം ഇതുപോലെ നിറമുള്ള റിബണുകൾ കെട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന്റെ പേരാണ് ലുങ്ത. നമുക്ക് മനോഹരമായ ശബ്ദം തരുന്ന തിബറ്റിയൻ ബോളിനേക്കാളും ഇതുപോലുള്ള വിൻചൈമുകളെക്കാളും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് തിബറ്റിയൻ ബുദ്ധിസത്തിൽ ലുങ്തയ്ക്കുള്ളത്. പ്രധാനമായും ലുങ്ത രണ്ടു തരത്തിലാണുള്ളത്. ഇതുപോലെ വീതിയിലുള്ള ലുങ്തയും മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന നീളത്തിലുള്ള ഡാർച്ചോഗും. ഇതിലുള്ള 5 നിറങ്ങൾ പഞ്ചഭൂതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നീല നിറം ആകാശത്തിനെയും പ്രപഞ്ചത്തിനെയും, വെള്ള നിറം കാറ്റിനെയും വായുവിനെയും, ചുവപ്പ് നിറം അഗ്നിയെയും, പച്ച നിറം വെള്ളത്തിനെയും, മഞ്ഞ നിറം ഭൂമിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് തിബറ്റിയൻ ബുദ്ധിസത്തിലെ വളരെ പ്രധാനമായ മന്ത്രമാണ് ഓം മണി പത്മേ ഹോം അഥവാ താമരയിലെ രത്നം എന്നുള്ളത്. ഈ മന്ത്രം തന്നെയാണ് തിബറ്റിയൻ വീലുകൾ കറക്കുമ്പോൾ വലതുവശത്തേക്ക് ഓരോ തവണ കറക്കുമ്പോഴും ഉച്ചരിക്കുന്നതും തിബറ്റിയൻ ജപമാല ചൊല്ലുമ്പോഴും ഉച്ചരിക്കുന്നതും. ഓം മണി പത്മേ ഹോം, കരുണയുടെയും ജ്ഞാനത്തിന്റെയും പ്രതീകം. ലുങ്തയിലുള്ള വലുപ്പ ചെറുപ്പങ്ങൾ അനുസരിച്ചിട്ട് ഇതിലുള്ള പ്രാർത്ഥനകൾക്കും ഇതിലുള്ള മൂർത്തികൾക്കുമെല്ലാം മാറ്റങ്ങൾ വരാറുണ്ട്. പ്രധാനമായും 5 മൂർത്തികളാണ് ഇതിലുണ്ടാകുന്നത്. ആദ്യത്തേത് പച്ചതാര, ഗുരു റിംപോച്ചെ, കാറ്റിന്റെ കുതിര, വെള്ളത്താര, അപർണിത. ഡാർച്ചോഗ് പ്രയർ ഫ്ലാഗിന്റെ നടുവിലായി ലുങ്ത കാണാവുന്നതാണ്. ലുങ്തയുടെ പ്രതീകം കാറ്റിൽ ഓടുന്ന ഒരു കുതിരയാണ്. അതിനു മുകളിലായി ഒരു രത്നവും ഉണ്ടാകും. ചുറ്റുമായി 4 കാവൽക്കാർ, ഗരുഡനും ഡ്രാഗണും മഞ്ഞുസിംഹവും പുലിയും. ഗരുഡൻ സ്വാതന്ത്ര്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകം, ഡ്രാഗൺ സംരക്ഷണത്തിന്റെയും കരുതലിന്റെയും പ്രതീകം, മഞ്ഞുസിംഹം സന്തോഷത്തിന്റെ പ്രതീകം, പുലി അച്ചടക്കത്തിന്റെ പ്രതീകം. ലുങ്തയ്ക്ക് ചുറ്റുമായോ ഡാർച്ചോഗിന്റെ വശങ്ങളിലായോ അഷ്ടമംഗല ചിഹ്നങ്ങൾ കാണാവുന്നതാണ്. കുട, മീൻ, നിധികുംഭം, താമര, ശംഖ്, അനന്തഗണ്ഡം, വിജയപതാക, ധർമ്മചക്രം. അഷ്ടമംഗല ചിഹ്നങ്ങളായ കുട സൂചിപ്പിക്കുന്നത് സംരക്ഷണവും, മീൻ സൂചിപ്പിക്കുന്നത് സന്തോഷവും, നിധികുംഭം സൂചിപ്പിക്കുന്നത് അഭിവൃദ്ധിയും, ശംഖ് സൂചിപ്പിക്കുന്നത് പ്രഘോഷണവും, അനന്തഗണ്ഡം സൂചിപ്പിക്കുന്നത് പരസ്പരമുള്ള കെട്ടുറപ്പും, വിജയപതാക സൂചിപ്പിക്കുന്നത് അജ്ഞതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും, അവസാനം ധർമ്മചക്രം സൂചിപ്പിക്കുന്നത് ബുദ്ധന്റെ സൂക്തങ്ങളും അത് പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചുമാണ്. തിബറ്റിയൻ വിശ്വാസപ്രകാരം ഈ ലുങ്ത പ്രയർ ഫ്ലാഗ്സ് കാറ്റിലാടുമ്പോൾ ലോകം മുഴുവൻ ഇതിന്റെ അനുഗ്രഹം പരക്കുന്നു എന്നാണ്.